In last class, we were discussed about phasors. Okay, what is a phasor? Phasor is a rotating vector. Okay, and it is represented by a line which its one end is fixed on the origin and another end is free to rotate. Okay, നമ്മൾ ഫേസർ എന്താണെന്ന് നോക്കി അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാ സൈനസോഡൽ ക്വാണ്ടിറ്റീസിന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കറസ്പോണ്ടിങ് ഫേസേഴ്സ് ആക്കിയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അത് ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ അവിടെ തന്നെ ഡിസ്കസ് ചെയ്ത വേറൊരു ടോപ്പിക്കാണ് ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഫേസ് ഡിഫറൻസ് എന്താണ്? ഫേസ് ഡിഫറൻസ് ഇസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദ ബി ഫോംസ് ഓഫ് സെയിം ഫ്രീക്വൻസി. ഓക്കെ, അതിൽ എങ്ങനെയാണ് ഫേസ് ഡിഫറൻസ് വരുന്നത്? അത് ലാഗിങ് ആകാം, ലീഡിങ് ആകാം. ഓക്കെ, നമ്മൾ ഏത് വേവിനെയാണോ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് അതിനെ കൺസിഡർ ചെയ്തിട്ട് മറ്റേ വേവ് ലാഗിങ് ആണോ ലീഡിങ് ആണോ എന്ന് പറയാം ബൈ ആൻ ആംഗിൾ ഫൈ. ഓക്കെ, ദെൻ നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫേസസ് ഓക്കെ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. So, the phasors can be mathematically represented in three different forms. Okay, what are they? They are rectangular form or Cartesian form, then polar form and triangular form. Okay, but three types of representation possible ആണ്. Okay, അതിൽ rectangular form ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക ഫേസേഴ്സിനെ? rectangular form ആണെങ്കിൽ if vector v is equal to x plus jy. Okay, this is the representation. Okay, real part plus imaginary part. And polar form ആണെങ്കിൽ vector v is equal to r angle phi. Okay, where r is the magnitude and phi is the angle. Okay, and in triangular form vector v is equal to r e raised to j phi. Okay, this can be also written like r cos phi plus j sin phi. Okay, so this is the three different types of representation of phasors. Okay, next എന്താണ് rectangular representation? Okay, എന്താണ് polar representation നമ്മൾ ഡിസ്കസ് ചെയ്തു. Next we have to discuss about converting from rectangular to polar. Okay, അതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, കൺവേർഷൻ ഓഫ് ഫേസേഴ്സ് ഫ്രം റെക്ടാങ്കുലർ ടു പോളാർ. റെക്ടാങ്കുലർ ഫോമിലുള്ള ഫേസേഴ്സിനെ നമുക്ക് പോളാർ ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ പോളാർ ഫോം ഫോർ ദ റെക്ടാങ്കുലർ പോയിന്റ് 4, 3. ഇപ്പോൾ റെക്ടാങ്കുലർ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ നമുക്കൊരു എക്സ് വൈ വാല്യൂസ് ആണ് തരിക അല്ലേ. അപ്പം നമുക്കിപ്പോൾ റെക്ടാങ്കുലറിലാണ് ഒരു ഫേസർ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 4,3 എന്നുള്ളൊരു പോയിന്റ് തന്നു. ഓക്കെ, ആ റെക്ടാങ്കുലർ ഫോമിലുള്ള ആ ഫേസിനെ നമുക്ക് എങ്ങനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ, എങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പം നോക്കൂ, നമ്മൾ എങ്ങനെയാണ് ഒരു റെക്ടാങ്കുലർ ഫോമിൽ അത് മാർക്ക് ചെയ്യുക? ഡ്രോയിങ് എ കാർട്ടീഷ്യൻ ഫോം അല്ലെ, ഒരു കാർട്ടീഷ്യൻ ഗ്രാഫ് വരക്കും. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഉള്ള ഒരു കാർട്ടീഷ്യൻ ഗ്രാഫ് വരക്കും. ഹിയർ എക്സ് ആക്സിസ് ആൻഡ് ഹിയർ വൈ ആക്സിസ്. ഓക്കെ, ഇങ്ങനെ വരക്കും. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ പോയിന്റ്സ് മാർക്ക് ചെയ്യും. ഓക്കെ, എപ്പോഴെങ്ങനെയാണ് വരിക? എക്സ് കൊമ വൈ എന്നുള്ള ഫോമിലായിരിക്കും അല്ലേ, എക്സ് കൊമ വൈ. സോ 4,3 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യും. എങ്ങനെ മാർക്ക് ചെയ്യും? 0 4 യൂണിറ്റ്സ് എക്സ് ആക്സിസിലേക്ക് എടുക്കുക ആൻഡ് 0 3 യൂണിറ്റ്സ് വൈ ആക്സിസിലേക്ക് എടുക്കുക. സോ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും എന്ത്? 4,3 എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയാണ് വരയ്ക്കുക. ഇതിപ്പോൾ കാർട്ടീഷ്യൻ ഫോമിലാണുള്ളത്, റെക്ടാങ്കിൾ ഫോമിലാണുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് വേണം? ഇതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അതിനെന്ത് ചെയ്യാം നോക്കൂ. നമ്മൾ പോളാർ ഫോം എന്ന് പറയുന്നത് എന്താണ്? പോളാർ ഫോം എന്ന് പറയുന്നത് സർക്കുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിൽ പോളാർ ഫോം എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ആർ ആംഗിൾ ഫൈ. ഓക്കെ, അപ്പൊ അതിൽ ആർ എന്ന് പറയുന്നത് എന്താ? ഈ സെന്ററിന് അതിന്റെ റേഡിയസ്, ദിസ് ഇസ് ഈ ലെങ്ത്, ആ സർക്കിളിന്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ പോസിറ്റീവ് എക്സ് ആക്സിസ് ആൻഡ് ദാറ്റ് ലൈൻ. ഇതാണ് ആർ ആംഗിൾ ഫൈ. സോ നമുക്ക് ഇതാണ് വേണ്ടത്. എന്താ? 4,3 എന്നുള്ള പോയിന്റ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും? ഒറിജിനിൽ അവിടേക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യും. അതിന്റെ ലെങ്ത് ആയിരിക്കും ആർ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ എന്ന് പറയുന്നത് ആ ലെങ്ത് ആയിരിക്കും. ഫ്രം 0 ടു, ഇപ്പോൾ ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ 0A, ആ 0A എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് ആയിരിക്കും ആർ. ഓക്കെ, അത് ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആക്സിസ് ആൻഡ് ദാറ്റ് ലൈൻ അതായിരിക്കും തീറ്റ ഓർ ഫൈ, ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പൊ ഇനി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ? എക്സ് ആക്സിസിൽ 4 യൂണിറ്റ്സ് ആണ്
വൈ ആക്സിസിൽ 3 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് ആക്ച്വലി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ നമുക്കറിയാം അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം എന്താണ് ഈ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വാട്ട്? യെസ്, ആർ ഈസ് ഈക്വൽ ടു 5. അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, ആർ ഈസ് ഈക്വൽ ടു 5 കിട്ടി. ആൻഡ് വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? പറഞ്ഞേ, ഈ ആംഗിൾ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? ട്രിഗണോമെട്രിക് ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് നോക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്തുണ്ട്? ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? 3 യൂണിറ്റ്സ് ആണ്, അഡ്ജസൻറ്റ് സൈഡ് 4 യൂണിറ്റ്സ് ആണ് അല്ലേ? ടാൻ തീറ്റ എന്താണ്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side. Okay, so theta is equal to tan inverse 3/4. Clear ആണോ? ക്ലിയർ ആണോ? സിമ്പിൾ ആണ്. യെസ്, നോക്കൂ, ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. therefore r is equal to square root of 3 square plus 4 square, that is square root of 25, that is 5. Okay, and what is theta? Tan theta is equal to 3/4. Okay, opposite side by adjacent side. Therefore theta is equal to tan inverse 3/4 and then the value 36.87 degree or 0.64 radian. Okay, so ഇങ്ങനെയാണ് കാർട്ടീഷ്യൻ റെക്ടാങ്കുലർ ഫോം ടു പോളാർ ഫോം കൺവേർഷൻ വരുന്നത്. ഓക്കെ, സിമ്പിൾ ആണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഇഫ് യു ഹാവ് ദ വാല്യൂസ് ഫോർ എക്സ് ആൻഡ് വൈ, ദെൻ ആർ വിൽ ബി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് തീറ്റ? ഓക്കെ, ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് റെക്ടാങ്കുലർ ഫോമിലാണുള്ളത്. എക്സ് വൈ വാല്യൂസ് ഉണ്ട്. നമ്മളോട് പറഞ്ഞത് ടു കൺവേർട്ട് ഇൻ ടു പോളാർ ഫോം. സോ വി ക്യാൻ ഈസിലി റൈറ്റ് ആർ ഈസ് ഈക്വൽ ടു വാട്ട്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് ആൻഡ് വൈ വാല്യൂസ് തരും, സംതിങ് ലൈക്ക് 3, 2, 4, 1 അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ തരും. സോ ആർ കണ്ടുപിടിക്കാൻ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആൻഡ് വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഓക്കെ, ഇവിടെ നോക്കൂ, വൈ ആണ് 3 വരുന്നത്, എക്സ് ആണ് 4 വരുന്നത്. അപ്പൊ എപ്പോഴും അത് y ബൈ എക്സ് ആയിരിക്കും. സോ ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സോ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്തിട്ട്, ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്, നമുക്ക് റെക്ടാങ്കുലർ ടു പോളാർ ഫോം കൺവേർഷൻ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫൈൻഡിങ് ദ റേഡിയസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് ഫൈൻഡ് ദ ആംഗിൾ tan theta is equal to y by x or theta is equal to tan inverse y by x. Okay, so these are the two equations to convert phasor from rectangular form to polar form. Okay, ഈ ഇക്വേഷൻ ഒന്ന് വേഗം അവിടെ എഴുതി വെക്കൂ. കൺവേർട്ടിംഗ് ഫ്രം റെക്ടാങ്കുലർ ടു പോളാർ, ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ടു ഫൈൻഡ് ദ റേഡിയസ്. ഓക്കെ, ടു ഫൈൻഡിങ് ദ ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഓക്കെ, എഴുതിയായിരിക്കില്ലേ? സോ ഇതാണ് റെക്ടാങ്കുലർ ടു പോളാർ കൺവേർഷൻ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ പോളാർ ഫോം ഫോർ ദ പോയിന്റ് -2,3. ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഫൈൻഡ് ദ പോളാർ ഫോം ഫോർ ദ പോയിന്റ് -2,3. നമുക്ക് റെക്ടാങ്കുലർ ഫോം ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, -2,3 ദാറ്റ് ഈസ് എക്സ് വൈയുടെ എക്സിന്റെ വാല്യൂ എത്രയാണ്? -2 ആണ്, വൈയുടെ വാല്യൂ 3 ആണ്. ഓക്കെ, സോ യു ഹാവ് ടു ഫൈൻഡ് ദ കറസ്പോണ്ടിങ് പോളാർ ഫോം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ.
ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കാണണം? ആ പോയിന്റ് -2,3 ആണ് അല്ലേ? സോ r കാണാൻ എങ്ങനെ ചെയ്യാം? r² is equal to -2² plus 3². So 4 plus 9, that is 13. So r is equal to √13. Okay, r √13 കിട്ടി. And what is tan theta? 3 by -2. That is tan theta is equal to y by x. So 3 by -2. Therefore theta is equal to tan inverse -3/2. That is -56.31 degree. ഇവിടെ ആംഗിൾ നമുക്ക് -56 ആണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഫേസർ ഡയഗ്രാം നമ്മൾ എപ്പോഴും എന്താണ് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യിക്കുക. ഓക്കെ, അപ്പൊ ക്ലോക്ക് വൈസ് ആണ് നമ്മൾ എപ്പോഴും എടുക്കുക. അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആംഗിൾ എത്രയാണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ, -56 ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് അതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? 360 മൈനസ് ഈ ആംഗിൾ ചെയ്താൽ മതി. ഈ ആംഗിൾ ആണ് നമ്മൾ ആക്ച്വലി പറയേണ്ടത്. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ആംഗിൾ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ആക്ച്വലി ഈ ആംഗിൾ ആണ്. ഓക്കെ, അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. ബട്ട് നമ്മൾ എപ്പോഴും ഫേസേഴ്സ് ക്ലോക്ക് വൈസ് ആണ് റെപ്രസെന്റ് ചെയ്യുക. സോ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആംഗിൾ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ അതിന് എന്ത് ചെയ്യണം? ടോട്ടൽ എത്രയാണ്? 360 ആണ്. 360 56 മൈനസ് ചെയ്യാം, 56.31. സോ ആംഗിൾ നമ്മൾ എങ്ങനെയാണ് പോളാർ ഫോമിലേക്ക് എഴുതുക? r കിട്ടി, തീറ്റ കിട്ടി. നമ്മൾ എങ്ങനെ എഴുതുക? റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? r ആംഗിൾ തീറ്റ എന്നാണ് അല്ലെ. ഇവിടെ ആറിന്റെ വാല്യൂ എത്രയാണ്? √13 ആണ്. ആംഗിൾ -56.31 എഴുതരുത്, അത് കറക്റ്റ് ആണ്. ബട്ട് അതിലും ബെറ്റർ എങ്ങനെയാണ്? നമ്മൾ എപ്പോഴും ഫേസേഴ്സ് ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യിക്കുക. അതാണ് നമ്മുടെ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് എടുക്കുന്നത്. സോ അതിന് 360 - 56.31 ചെയ്തിട്ട് ആംഗിൾ 123.70 ഡിഗ്രി. ഓക്കെ, സോറി 360 എന്നല്ല, 180 മൈനസ് ചെയ്തിട്ട് 123.70 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ട് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ ആംഗിൾ -56.31 അത് എടുത്താലും മതി. ഓക്കെ, ബട്ട് എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം കാണിക്കുന്ന സമയത്ത് പോസിറ്റീവ് ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഇത് സിമ്പിൾ അല്ലേ? റെക്ടാംഗുലർ ടു പോളാർ ഫോം കൺവേർഷൻ സിമ്പിൾ അല്ലേ? ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതൊന്ന് വേഗം ഒന്ന് എഴുതിയെടുത്തോളൂ. ഓക്കെ, ഫിനിഷ് ചെയ്തില്ലേ? 2 സ്റ്റെപ്പേ ഉള്ളൂ. ഓക്കെ, ഇത് ആക്ച്വലി ഇങ്ങനെ ഡയറക്റ്റ് കൺവേർഷൻ ചോദിക്കില്ല. നിങ്ങൾക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം തന്നിട്ട് അതിൽ നിങ്ങൾ കൺവേർഷൻ കൂടി ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. അപ്പം ക്ലിയർ ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ അല്ലേ?
Then next is എന്താണ് കൺവേർട്ടിംഗ് ഫ്രം പോളാർ ടു റെക്ടാങ്കുലർ. ഓക്കെ, തൊട്ട് മുന്നേ ചെയ്തത് റെക്ടാങ്കുലർ ടു പോളാർ ഫോം ആയിരുന്നു. ഇനി നമുക്ക് കൺവേർട്ടിംഗ് ദ പോളാർ ഫോം ടു റെക്ടാങ്കുലർ ഫോം ആണ്. ഓക്കെ, പോളാർ ഫോം ആണെങ്കിൽ നമുക്ക് എങ്ങനെ തരും? ആർ കൊമ തീറ്റ അല്ലെ, വേർ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ ആൻഡ് തീറ്റ ഇസ് ദ ആംഗിൾ. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം. ആർ ആൻഡ് തീറ്റ എന്ന് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം. അതെങ്ങനെ ചെയ്യാം? ഓക്കെ, ഇവിടെ നോക്കിയേ, ആർ തന്നിട്ടുണ്ട്. ആറിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഒരു പോളാർ ഫോം വരയ്ക്കുകയാണെങ്കിൽ 0 ഒറിജിന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നാണ് 4. ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആക്സിസ് ആൻഡ് ദാറ്റ് ലൈൻ ആണ് 30 ഡിഗ്രി. നമ്മൾ ഇതുപോലെയാണ് മാർക്ക് ചെയ്യുക അല്ലേ? ആർ കൊമ തീറ്റന് നമ്മൾ ഇതുപോലെ അതിന്റെ വാല്യൂ 4,30 തന്നിട്ടുണ്ട്. സോ ആർ ഇസ് ഈക്വൽ ടു 4 ആൻഡ് ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് എക്സും വൈയും കണ്ടുപിടിച്ചൂടെ? എക്സും വൈയും കണ്ടുപിടിച്ചൂടെ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? വൈ ആയിരിക്കും. ഇത് എക്സ് ആയിരിക്കും. ഓക്കെ, എന്താണ് കോസ് തീറ്റ? കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ? സോ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? എക്സ് ആണ്, എക്സ് ബൈ 4. സോ നമുക്ക് എന്താണ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? 4 കോസ് തീറ്റ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് സൈൻ തീറ്റ? Opposite side by hypotenuse, that is y by 4. So what is y? Y is equal to 4 sin theta. So നമുക്ക് r and theta രണ്ടിന്റെ വാല്യൂസ് ഉണ്ടെങ്കിൽ x and y കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Using trigonometric functions, values for x and y can be obtained. That is cos theta is equal to what? X by r. Okay, and for x is equal to what? R cos theta. Here r ന് പകരം നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. Okay, and what is sin theta? That is y by r. So y is equal to r sin theta. So these are the general equations to find, to convert polar form into rectangular form. That is x is equal to r cos theta and y is equal to r sin theta. Okay, ഇവിടെ എന്താ ആൻസർ വരും? 4 sin 30 and 4 cos 30 അല്ലേ? നോക്കൂ, x is equal to r cos theta. Therefore x is equal to 4 cos 30. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. y is equal to r sin theta. So y is equal to 4 sin 30. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ x and y കിട്ടി. ഹിയർ നമുക്ക് റെക്ടാങ്കുലർ ഫോമിലാണെങ്കിൽ എക്സ് വൈ is equal to what? 2 root 3, comma. Okay, so this is the conversion from polar to rectangular form. So ഇതിന്റെ ഇക്വേഷൻ നോക്കി വെക്കുക. x is equal to r cos theta and y is equal to r sin theta. ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കൺവേർട്ട് 3,5 pi by 3 to rectangular coordinate. ചെയ്ത് നോക്കിയേ. ഒന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെ ആറിന്റെ വാല്യൂ എത്രയാണ്? ആറിന്റെ വാല്യൂ 3 ആണ്. തീറ്റ എത്രയാണ്? 5 pi by 3 ആണ്. ഓക്കെ, അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. എന്നിട്ട് എക്സ് ആൻഡ് വൈ വാല്യൂസ് ഒന്ന് പറയൂ. വേഗം ഒന്ന് ട്രൈ ചെയ്തിട്ട് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് പറയൂ.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ? 5π/3 എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ വരുന്നത്? 5 × 180/3 ദാറ്റ് ഈസ് 300 ഡിഗ്രി അല്ലേ? അതെങ്ങനെ നിങ്ങൾ വരച്ചിട്ടുണ്ടാവുക? എപ്പോഴും നമ്മൾ ക്ലോക്ക് വൈസ് ആണ് എടുക്കുക. സോ ഇത്ര വരും അല്ലേ? ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും 300 വരിക. ദിസ് മച്ച് ആംഗിൾ ആണ് 300 ഡിഗ്രി. സോ നമുക്ക് അതെടുത്തിട്ട് വരക്കുന്ന സമയത്ത് ഇവിടെ തീറ്റയുടെ വാല്യൂ ഓൾറെഡി നോൺ ആണ്, ആറും നോൺ ആണ്. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ബട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 300 കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ -16 കാണിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. ഒന്നുകിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷന് പോസിറ്റീവ് 300 ഡിഗ്രി കാണിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷന് -60 ഡിഗ്രി കാണിക്കാം. ഓക്കെ, ആൻഡ് എന്താണ് ആറിന്റെ വാല്യൂ 3 ആണ്, തീറ്റ 300 ഡിഗ്രി ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? ആർ കോസ് തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × cos 300. Okay, and y is equal to what? R sin theta. Therefore 3 × sin 300. ഓക്കെ, സോ കോസ് 300ന്റെ വാല്യൂ നോക്കുക, സൈൻ 300ന്റെ വാല്യൂ നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് 300ന്റെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. സോ 3 × 1/2 ദറ്റ് ഈസ് ഈക്വൽ ടു 1.5. ആൻഡ് സൈൻ 300 എത്രയാണ്? -0.866 എന്ന് പറയുന്ന വാല്യൂ വരും. ഓക്കെ, അപ്പം അത് കൊടുക്കുക, എന്നിട്ട് y കണ്ടുപിടിക്കുക. നോക്കൂ, ആർ കോസ് തീറ്റ 3 cos 300 ഡിഗ്രി സെൽഷ്യസ്, സോറി 300 ഡിഗ്രി, then 3 × 1/2 that is 3/2. Then y is equal to 3 × sin 300. അത് ആക്ച്വൽ പോയിന്റ് വാല്യൂസ് എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രാക്ഷൻസ് ആക്കി വെച്ചാലും മതി. ഓക്കെ, നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്യാൻ ചോദിക്കുന്നില്ല, ജസ്റ്റ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കാനേ ചോദിക്കുന്നുള്ളൂ. മാർക്ക് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ആക്ച്വൽ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇതുപോലെ ഫ്രാക്ഷനായി എഴുതാതെ ആക്ച്വൽ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ ഇതാണ് പോളാർ ടു റെക്ടാങ്കുലർ ഫോം. ക്ലിയർ ആണോ? രണ്ടിനും ആ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ മതി. ആ ഇക്വേഷൻസ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ന്യൂമറിക്കൽസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഇക്വേഷൻസ് മാത്രമേ വേണ്ടുള്ളൂ. റെക്ടാങ്കുലർ ടു പോളാറും പോളാർ ടു റെക്ടാങ്കുലറും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഫൈനലി ഇതുപോലെ എഴുതണം. ഇപ്പം റെക്ടാങ്കുലർ ടു പോളാർ ഫോം ആണെങ്കിൽ പോളാർ ഫോം എന്ന് പറഞ്ഞിട്ട് ആർ ആംഗിൾ തീറ്റ എന്നുള്ള രീതിയിൽ അതിനെ എഴുതി വെക്കണം, റെപ്രസെന്റ് ചെയ്യണം. അതുപോലെ ഇതിപ്പം പോളാർ ടു റെക്ടാങ്കുലർ ആണെങ്കിൽ റെക്ടാങ്കുലർ ഫോം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ എക്സ്, വൈ എന്നുള്ള ഫോമിൽ എഴുതി വെക്കണം. ഓക്കെ, ഇങ്ങനെ എഴുതി വെക്കുന്നതിന് ഒരു മാർക്ക് ഉണ്ടാവും. സോ ഇതുപോലെ ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രം പോലെ ഇതുപോലെ എക്സ്, വൈ എന്നുള്ള ഫോമിലും കൂടി അതിനൊന്ന് എഴുതി വെക്കണം. ഓക്കെ, then relationship between rectangular and polar coordinates ഇപ്പൊ ക്ലിയർ ആയില്ലേ? എന്താണ്? റെക്ടാങ്കുലർ ടു പോളാർ ആണെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ആർ ഈസ് ഈക്വൽ ടു √(x²+ y²). തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് y/x. ഇതൊരു ഇക്വേഷൻ റെക്ടാങ്കുലർ ടു പോളാർ. ഇനി പോളാർ ടു റെക്ടാങ്കുലർ ആണെങ്കിലോ x is equal to r cos theta, y is equal to r sin theta. ഓക്കെ, ഈ ഇക്വേഷൻസ് പഠിച്ച് വെച്ചാൽ മതി, ഓർമ്മിച്ച് വെച്ചാൽ മതി. രണ്ട് കൺവേർഷനും സിമ്പിൾ ആണ്. ഓക്കെ, ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെക്ടാങ്കുലർ ആൻഡ് പോളാർ കോർഡിനേറ്റ്സ്.
അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ, കൺവേർഷൻ ക്ലിയർ ആണല്ലോ. റെക്ടാങ്കുലർ ടു പോളാർ കൺവേർഷൻ ആൻഡ് പോളാർ ടു റെക്ടാങ്കുലർ കൺവേർഷൻ. ആ ഇക്വേഷൻ നോക്കുക, പിന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് കൺവേർഷൻ വന്നത് എന്നുള്ളത് അതിന്റെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ന്യൂമറിക്കൽസിന് ആ ഒരു ഇക്വേഷൻസ് മാത്രം മതിയാവും, ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ബട്ട് എപ്പോഴെങ്കിലും നിങ്ങളോട് ചിലപ്പം അതിന്റെ ആ ഒരു കൺവേർഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കുക. ഓക്കെ, റെക്ടാങ്കുലർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ ഒരു 4,3 എന്നുള്ളൊരു പോയിന്റ് XY എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു കാർട്ടീഷ്യൻ ഫോമിൽ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്തിട്ട് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, ആറിന്റെ വാല്യൂം തീറ്റന്റെ വാല്യൂം കണ്ടുപിടിക്കുക. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ആ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ പോളാർ ടു റെക്ടാങ്കുലർ ഫോം ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ബട്ട് മോസ്റ്റ്ലി നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ആണ് ചോദിക്കുക, കൺവേർഷൻ ആണ് ചോദിക്കുക. സോ അതിന്റെ ഇക്വേഷൻസ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്ലനേഷൻ ഇതുപോലെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് ഫേസേഴ്സ് ആണ്. ഓക്കെ, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് ഫേസേഴ്സ് വിച്ച് ഇസ് സിമിലർ ടു നമ്മൾ വെക്ടർ അഡീഷൻ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചതാണ് അല്ലേ. നമ്മൾ +1 +2 ഒക്കെ ചിലപ്പോൾ അത് നിങ്ങൾ കുറച്ച് അതിന്റെ ബേസിക്സ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് ഫേസേഴ്സ് ക്യാൻ ബി ഈസിലി ഡൺ വെൻ ദേ ആർ ഇൻ റെക്ടാങ്കുലർ ഫോം. റെക്ടാങ്കുലർ ഫോമിലാണ് നമുക്ക് വെക്ടർ അഡീഷൻ, വെക്ടർ അല്ലെങ്കിൽ ഫേസർ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ എളുപ്പം. ഓക്കെ, അപ്പം രണ്ട് ഫേസേഴ്സ് തന്നിട്ട് അത് ആഡ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് ചെയ്യുക, അത് ആദ്യം നോക്കുക ഫേസേഴ്സ് ഏത് ഫോമിലാണ് ഉള്ളത് നോക്കുക. റെക്ടാങ്കുലർ ഫോം ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. മറിച്ച് അത് പോളാർ ഫോമിലാണെങ്കിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു റെക്ടാങ്കുലർ ഫോം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരിക്കണം, പോളാർ ഫോമിൽ നിന്ന് റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം റെക്ടാങ്കുലർ ഫോമിൽ നോക്കിയാൽ ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വെക്ടർ v is equal to 2 + 2j. ഓക്കെ, വെക്ടർ v1 ആൻഡ് വെക്ടർ v2 is equal to 1 + 3j. ഓക്കെ, രണ്ട് ഫേസസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക, ദാറ്റ് ഇസ് v3 is equal to വെക്ടർ v1 + വെക്ടർ v2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ രണ്ട് വെക്ടേഴ്സിന്റെയും റിയൽ പാർട്ടുകൾ ഒന്നിച്ച് ആഡ് ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, റിയൽ പാർട്ട് മീൻസ് ഇപ്പോൾ ഫസ്റ്റ് v1ന്റെ റിയൽ പാർട്ട് ഏതാണ്, 2 ആണ്. 2 + v2ന്റെ റിയൽ പാർട്ട് ഏതാണ്, 1 ആണ്. 2 + 1 + j ഇൻറ്റു ദെൻ അതിന്റെ ഇമേജിനറി പാർട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യുക. ഇതിന്റെ ഇമേജിനറി പാർട്ട് 2 ആണ്, ഇത് 3 ആണ്. സോ 2 + 3. ഓക്കെ, സോ 2 + 1 3 + 2 + 3 5. So v3 vector, that is summation of vector 1 and 2 is equal to 3 + j5. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ആണല്ലോ. ഇപ്പോൾ വെക്ടേഴ്സ് റെക്ടാങ്കുലർ ഫോമിലാണെങ്കിൽ വി ക്യാൻ ഈസിലി ആഡ് ദാറ്റ് വെക്ടേഴ്സ്. ജസ്റ്റ് ഇതിന്റെ റിയൽ പാർട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യുക പ്ലസ് j ഇൻറ്റു ഇമേജിനറി പാർട്ട്. ഓക്കെ, റിയൽ പാർട്ട് പ്ലസ് ഇമേജിനറി പാർട്ട്. അതിനിപ്പോൾ എത്ര വെക്ടേഴ്സ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, അതിന്റെ റിയൽ പാർട്ടുകൾ ആദ്യം ആഡ് ചെയ്യുക, ദെൻ ഇമേജിനറി പാർട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം വെക്ടേഴ്സിന്റെ അഡീഷൻ അതൊരു സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും സിമിലർ വേ. ഇപ്പം v1 - v2 ആണെങ്കിൽ എന്ത് ചെയ്യാം, v1 - v2 ആണ്. v4 വെക്ടർ ഇസ് ഈക്വൽ ടു നമ്മളോട് പറയുന്നു v1 വെക്ടർ - v2 വെക്ടർ ചെയ്യാം. സോ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓഫ് ഓൾ 2 - 1 2 - 1 പ്ലസ് j ഇൻറ്റു 2 - 3 2 - 3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - j. ഓക്കെ, 2 - 1 2 - 3 -1 വരും. സോ 1 - j. ഓക്കെ, അപ്പം അഡീഷൻ സബ്സ്ട്രാക്ഷനും എന്താണ് റെക്ടാങ്കുലർ ഫോമിലാണെങ്കിൽ ഈസിയർ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ അഡീഷനോ സബ്സ്ട്രാക്ഷനോ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക വെക്ടേഴ്സ് ഫേസസ് ഏത് ഫോമിലാണ്. റെക്ടാങ്കുലർ ഫോം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിന്റെ റിയൽ പാർട്ട് ആഡ് ചെയ്യുക, ദെൻ ഇമേജിനറി പാർട്ട് ആഡ് ചെയ്യുക. സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ അതുപോലെ ഡയറക്റ്റ് റിയൽ പാർട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക, ദെൻ ഇമേജിനറി പാർട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ബട്ട് അത് പോളാർ ഫോമിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അത് റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് സബ്സ്ട്രാക്ഷൻ അഡീഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ക്ലിയർ അല്ലേ? ഫേസർ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. Okay, phases in multiplication and division can be easily done when they are in polar form.
ഓക്കെ. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ നമുക്ക് റെക്ടാങ്കുലർ ഫോമിലാണെങ്കിൽ ഈസിയർ ആയിട്ട് ചെയ്യാം. ബട്ട് ഫേസർ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഈസിയർ വെൻ ദേ ആർ ഇൻ പോളാർ ഫോം. ഓക്കെ, പോളാർ ഫോമിലാണെങ്കിലാണ് അതിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈസിയർ ആകുക. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെ ഒന്ന് നോക്കുക. ഇഫ് വെക്ടർ v1 is equal to 2 angle 30 degree, okay, and v2 is equal to 6 angle 20 degree. ഓക്കെ, ഇതോട് പറയുന്നു v3 വെക്ടർ കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് v1 വെക്ടർ ഇൻറ്റു v2. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് r അത് ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എത്രയാണ്? v1ൻ്റെത് 2 ആണ്, v2ൻ്റെത് 6 ആണ്. സോ 2 ഇൻറ്റു 6 ആംഗിൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ രണ്ട് ആംഗിൾസും ആഡ് ചെയ്യാം. ഓക്കെ, 30 പ്ലസ് 20, 30 ഡിഗ്രി പ്ലസ് 20, 30 ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി. ഓക്കെ ഓക്കെ, അപ്പോൾ 6 2 12 ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും ആൻസർ. ദാറ്റ് ഈസ് v1 ഇൻറ്റു v2. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, r1 ഇൻറ്റു r2. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ്? v1 വെക്ടർ എന്ന് പറയുന്നത് r1 ആംഗിൾ തീറ്റ 1, v2 വെക്ടർ എന്ന് പറയുന്നത് r2 ആംഗിൾ തീറ്റ 2 എന്നാണ്. ഓക്കെ, സോ v1 ഇൻറ്റു v2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? r1 ഇൻറ്റു r2 ആംഗിൾ തീറ്റ 1 പ്ലസ് തീറ്റ 2. ദിസ് ഇസ് എ ജനറൽ ഇക്വേഷൻ. ഓക്കെ, v1 വെക്ടർ v2 എന്ന് പറയുന്നത് എന്താണ്? r1 ഇൻറ്റു r2 ആംഗിൾ തീറ്റ 1 പ്ലസ് തീറ്റ 2. ഓക്കെ, നിങ്ങൾക്കിത് കാണുന്നില്ലേ? ഇവിടെ എഴുത്തത് കാണുന്നില്ലേ? v1 വെക്ടർ ഇൻറ്റു v2 വെക്ടർ ഈസ് ഈക്വൽ ടു r1 ഇൻറ്റു r2 ആംഗിൾ തീറ്റ 1 പ്ലസ് തീറ്റ 2. ഓക്കെ, ദിസ് ഇസ് ദ ജനറൽ ഇക്വേഷൻ. സോ ഇവിടെ r1 എത്രയാണ്? 2 ആൻഡ് r2 6 ആണ്. 2 ഇൻറ്റു 6 ആംഗിൾ തീറ്റ 1 പ്ലസ് തീറ്റ 2, ദാറ്റ് ഈസ് 30 പ്ലസ് 20. സോ 12 ആംഗിൾ 50 ഡിഗ്രി വരും. ഇനി ഡിവിഷൻ ആണെങ്കിലോ? ഡിവിഷൻ ആണെങ്കിൽ നോക്കുക, v4 വെക്ടർ എന്ന് പറയുന്നത് v1 വെക്ടർ ഡിവൈഡഡ് ബൈ v2 വെക്ടർ ആണെന്ന് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യുക? അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, v2 വെക്ടർ v1 എടുത്തോളൂ, എന്തായാലും കുഴപ്പമില്ല. എക്സാമ്പിളിൽ v2 വെക്ടർ ഡിവൈഡഡ് ബൈ v1 വെക്ടർ. അങ്ങനെയാണെങ്കിൽ v2ന്റെ r1 മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 6 ആണ്, v1ൻ്റെത് 2 ആണ്. സോ 6/2 ആംഗിൾ, ഇവിടെ ആംഗിൾ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പം v2 വെക്ടറാണ് ആദ്യം വരുന്നത്. സോ v2 വെക്ടറിന്റെ ആംഗിൾ എത്രയാണ്? 20 ആണ്. സോ 20 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. ഓക്കെ, സോ 3 ആംഗിൾ മൈനസ് 10 ഡിഗ്രി വരും. ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ഡയറക്റ്റ്ലി ഡിവൈഡ് ചെയ്യുക, ആംഗിൾ എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാഗ്നിറ്റ്യൂഡ്സ് മൾട്ടിപ്ലൈ ചെയ്യും, ആംഗിൾ ആഡ് ചെയ്യും. ഡിവിഷൻ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ്സ് ഡിവൈഡ് ചെയ്യും, ആംഗിൾ സബ്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ഫേസസ് ആ ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക ഏത് ഫോമിലാണ്. പോളാർ ഫോം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതുപോലെ ചെയ്യാം. റെക്ടാങ്കുലർ ഫോം ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് പോയിന്റ് ഇൻ റെക്ടാങ്കുലർ ഫോം ഇൻ ടു പോളാർ ഫോം. അത് ചെയ്യണം, ചെയ്തിട്ടേ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇപ്പം ഫേസർ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അതിനെ റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ഡയറക്റ്റ്ലി ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അത് ഡയറക്റ്റ് ഫസ്റ്റ് എന്ത് ചെയ്യുക? പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണോ? അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഓഫ് ഫേസസ് ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് ഈ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അത് വരുന്ന ഒരു ന്യൂമറിക്കൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആക്ച്വലി നിങ്ങൾക്ക് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഈ ഫേസസ് റിലേറ്റഡ് ആയിട്ട് ന്യൂമറിക്കൽ ചോദിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇതുപോലെ അഡീഷനോ സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാനുണ്ടാവും, പ്ലസ് കൺവേർഷൻസും ഉണ്ടാവും. ഓക്കെ, അത് രണ്ടും ഒന്നിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അധികം ചോദിക്കുക. അങ്ങനെയുള്ള ഒരു ന്യൂമറിക്കൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
നമുക്ക് നെക്സ്റ്റ് അവർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. റോൾ നമ്പർ 1. Present. 2. കണ്ടിന്യൂ ചെയ്തോളൂ.